അത് ഈ കാര്യങ്ങൾ ഞാൻ എന്നോടും എൻ്റെ വൈഫ്, അതായത് അവൻ്റെ സഹോദരി, മൂത്ത സഹോദരി പറയാറുണ്ട്. ഇങ്ങനെ ഇതിന് വിളിച്ചിട്ട് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരന്തരം വിളിച്ച് കാര്യങ്ങൾ അവിടുത്തെ ഷെയർ ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയാറുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ശരിയല്ല, പലരും ശരിയല്ല, ക്ലാസ് റൂമിനകത്താണെങ്കിലും സ്റ്റാഫ് റൂമിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടാണെങ്കിലും ഒക്കെ ഈ തരത്തിലുള്ള ഹരാസ്മെൻറ്റ്സുകളൊക്കെയാണ് ചെയ്യാറ്. പലപ്പോഴും അവൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ആ കുറ്റത്തിലൂടെ അവനെ ടോർച്ചർ ചെയ്യുക, മറ്റ് സംഭാഷണങ്ങൾ ചെയ്യാതെ, അത് ജാതീയപരമായിട്ടാണെങ്കിലും വംശീയമായിട്ടാണെങ്കിലും അവൻ്റെ രൂപത്തിൻ്റെ നിറം കൊണ്ടാണെങ്കിലും ഒക്കെ കളിയാക്കി കൊണ്ടുള്ള സംസാരങ്ങളാണ്. അത് ഈ ഒരു 20-21 വയസ്സുള്ള ഒരു കുട്ടിക്ക് അത് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. അശോക്, അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ മറ്റോ നേരത്തെ കൊടുത്തിരുന്നോ കോളേജിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു? ഈ റാമുമായിട്ട് വന്ന വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് നിതിൻ പരാതി കൊടുത്തിരുന്നതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. അത് അവൻ്റെ സഹോദരിയോട് ഞാൻ തിരക്കിയപ്പോൾ ഉള്ളതാണ്. അവർ ഒരു പരാതിയായിട്ട് എഴുതി തന്നെ പ്രിൻസിപ്പലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പുതിയ പ്രിൻസിപ്പലിന്. ഈ പുതിയ പ്രിൻസിപ്പൽ 3 മാസം കൊണ്ടായതെന്നാണ് ഈ കഴിഞ്ഞ വാർത്തകൾ, 2-3 ദിവസത്തെ വാർത്തകളിലൊക്കെ ഞാൻ കണ്ടത്. ഞങ്ങളവിടെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചപ്പോഴും ഈ പറയുന്ന വിനോദ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ പറഞ്ഞത്, അങ്ങനെ ഒരു പരാതി നിതിനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോ ആ കോളേജിലെ ഒരു കുട്ടികളും തന്നെ റാമിനെതിരെയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെതിരെയോ പരാതി തന്നിട്ടില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റും കോളേജ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും നിലപാടുറച്ച് നിൽക്കുന്നത്. പക്ഷേ നിതിൻ പരാതി അവിടെ കൊടുത്തിരുന്നു, ഈ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചിരുന്നു. അശോക്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോൺ ആപ്പുമായി വരുന്ന വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണ്? അതായത് ലോൺ എടുത്തു, അത് അധ്യാപികയുടെ നമ്പറായിരുന്നു കൊടുത്തിരുന്നത്. നിരന്തരം അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഒരു പ്രകോപനത്തിലായിരിക്കണം അവർ മോശമായി പെരുമാറിയത് തുടങ്ങിയ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് കുടുംബത്തിന് എന്താണ് അറിയാവുന്നത്? ഈ ലോൺ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിലൊന്നും ഒരു പുതുമയല്ല. കാര്യം ഈ ഏതൊക്കെ ലോണാണെന്നുള്ളതും എത്രയാണെന്നുള്ള എമൗണ്ടുകളൊക്കെ നമുക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴായിട്ട് നമ്മളും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ അവൻ സ്വയം അവൻ്റെ ഫോണിൽ നിന്ന് അവൻ നോക്കിയെടുത്ത് ചിലപ്പോൾ കിട്ടാറുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്, എൻക്വയറിയൊക്കെ ചെയ്യാറുണ്ട് മറ്റാരെ പോലെ. അപ്പോൾ അവന് അവൻ്റേതായ എക്യുപ്മെൻറ്റ്സ് പഠിത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് ലോൺ നോക്കുന്നത്. അങ്ങനെ എടുത്ത ലോണാണ് കുറച്ച് നാളുകളായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് അത് ബൗൺസായി കിടന്നത്. അത് ഇടയ്ക്ക് ഒരു അമ്മയുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒരു കോളും വന്നു. ഈ പറയുന്ന ഇതിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെ ലോൺ ആപ്പിൽ നിന്നാണ്, നിതിൻ എവിടെയെന്നും പറഞ്ഞ് വേറീസ് നിതിനെന്നും പറഞ്ഞൊരു വാട്സപ്പിൽ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് ഞാൻ വിളിച്ചപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ അതൊരു ലോൺ ആപ്പിൽ നിന്നാണ് വിളിക്കുന്നത്. നിതിൻ 19,000 രൂപയുടെ ഒരു ലോൺ ലോണിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട്, അത് മുടങ്ങി കിടക്കുവാണ്, എനിക്ക് ഇതിന് പെട്ടെന്ന് കിട്ടണം, എത്രയും പെട്ടെന്ന് ലോൺ അടയ്ക്കണം എന്നുള്ളൊരു ഡിസ്കഷനാണ് ഞാൻ അവരെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അതല്ലാണ്ട് എനിക്കറിയില്ല. അല്ല, അതിപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. കോളേജിൽ ഇങ്ങനെ ലത എന്ന് പറയുന്ന ഒരു ടീച്ചർ, പ്രൊഫസറുടെ പേരിൽ ഒരു സൈബർ കേസ് കൊടുത്തിരിക്കുകയാണ് നിതിനെ പ്രതിയാക്കിക്കൊണ്ട്. നിതിൻ ചെയ്തിരിക്കുന്നത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോൺ അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരും കൂടി ഇൻവോൾവ് ആയിക്കൊണ്ടുള്ള അവരറിയാതെ അവരുടെ പേരിൽ സാമ്പത്തികമായിട്ട് പൈസ നേടി ലോൺ എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ഒരു ലോൺ എടുക്കേണ്ട ആവശ്യവുമില്ല അവരുടെ പേരിൽ. പിന്നെ അത്യാവശ്യം കോമൺ സെൻസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിന്തിക്കാവുന്നേ ഉള്ളൂ. അവരുടെ ഒരു പാൻ കാർഡും ആധാർ കാർഡും വെച്ചിട്ട് വേണം, അവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വേണം ഒരാളൊരു ലോൺ എടുക്കാൻ. അതും ലൈവായിട്ടുള്ള ക്യാപ്ചർ ചെയ്താണ് ഫോട്ടോയൊക്കെ എടുക്കുന്നത്, വീഡിയോസ് ആണെങ്കിൽ പോലും. ഇപ്പം അങ്ങനെയൊക്കെയാണ് ലോൺ ആപ്പുകൾ. പിന്നെ ഈ RBI രജിസ്റ്റേർഡ് അല്ലാത്ത കുറേ ലോൺ ആപ്പുകൾ നമ്മൾ ഈ ഫേക്ക് ആപ്പ് എന്നൊക്കെ വിളിക്കുന്നില്ലേ, അത്തരത്തിലുള്ള ആപ്പുകൾ ചിലപ്പോൾ ചെറിയൊരു മിനിമം ബിലോ 300 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ പോലും അവർ കൊടുക്കാൻ റെഡിയാവും നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ. പിന്നെ കാശിനാശയുള്ളവർ ഇതൊന്നും ചിന്തിക്കാറില്ല, പെട്ടെന്ന് കയറി അപ്രൂവ് ചെയ്യാൻ നോക്കും, എടുക്കാൻ നോക്കും. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരിക്കലും ആ ടീച്ചറിൻ്റെ ഫോണിലേക്ക് ഒരു OTP അയച്ചുകൊണ്ട് ആ OTP എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ടീച്ചർ അറിയാതെ ഫോൺ എടുത്ത് അതിൽ നിന്നൊരു OTP എടുത്തൊന്നും ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം അവർ റിസ്ക് എടുത്തിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല, ചെയ്യാനും വഴിയില്ല. തീർച്ചയായിട്ടും അതെങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ചോദ്യം കൂടി സമൂഹത്തിന് മുന്നിലുണ്ട്. അത് സാധ്യമാണോ? ഒരു ടീച്ചറുടെ ID വെക്കുക, OTP അടക്കം ലഭിക്കേണ്ടതുണ്ട്, അതൊക്കെ സാധ്യമാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ ശ്രീ അശോക്, അപ്പോൾ ഇത്രയും വിഷയങ്ങൾ കോളേജിനകത്തുണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇപ്പോൾ താങ്കൾ കുടുംബമൊക്കെ ആരോപിക്കുന്നത് പോലെ ഒരു ആത്മഹത്യക്ക് അപ്പുറത്തേക്ക് അപായപ്പെടുത്താനുള്ളൊരു സാധ്യതകളിലേക്കൊക്കെ അത്രത്തോളം ഒരു വിരോധമൊക്കെ വെച്ച് പുലർത്തേണ്ട കാര്യമുണ്ടോ കോളേജ് അധികൃതർക്ക്?
അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൻ ഒരു 21 വയസ്സുള്ള കുട്ടിയാണ്. ഞങ്ങൾ അവിടെ വരുന്നതിന് മുമ്പ് അവരെ നമുക്കറിയില്ല, അവർക്ക് നമ്മളെ അറിയത്തില്ല. കുട്ടി പഠിക്കാനായിട്ട് വരുന്നു. സാധാരണ സംഭവിക്കാറുള്ള പോലെ കുറച്ച് റാഗിങ്ങിലൊക്കെ അവിടെ ഉണ്ടായി. അതിന് ഞാനത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ അവർക്ക് അവന് മോട്ടിവേഷൻ കൊടുത്ത് നീ എങ്ങനെയും ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം, ഫോക്കസ് ചെയ്യണം സ്റ്റഡീസിൽ, ഇതൊന്നും കാര്യമാക്കണ്ട, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും, ഫ്രഷേഴ്സ് ഡേ ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരായിട്ടൊക്കെ നിങ്ങൾ നല്ല കമ്പനിയാവും എന്ന് ഞങ്ങൾ ഒരു ക്ലാസ് പോലെ എടുത്തുകൊണ്ട് അവനിവിടെ ഒരു 2 ആഴ്ചയൊക്കെ നാട്ടിൽ നിന്നിട്ടാണ് അവൻ ഫ്രീ റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പോയത്. അവർ പറഞ്ഞു കുറച്ച് നാൾ കൂടെ നിൽക്കട്ടെ, അതായത് അവിടെ ഒരു സംഭവത്തിന് ശേഷം, അതായത് ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനൊക്കെ അവിടെ പോയി സംസാരിച്ച് അതവിടെ സോൾവ് ആക്കി. പിന്നെ അവർ ഇതെല്ലാം കാണിച്ചതുപോലെ പേപ്പറിലൊക്കെ എഴുതി കൊടുത്തെന്ന് പറയുന്നില്ല, അത് ഞാനാണ് എഴുതി കൊടുത്ത് ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കും അറിയാമല്ലോ. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത് നിതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളോ അല്ലെങ്കിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും അവൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഞാൻ എഴുതി കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആലോചിക്കണം ആ ഒരു മാനസിക നില. കാരണം അവരത് എഴുതി മേടിക്കുവാൻ തന്നേ പറ്റുള്ളൂ, എന്നാലേ അവനൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും ആ കോളേജിൽ പഠിക്കാനായിട്ട്. ആ ഒരു സ്റ്റേജ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി കൊടുത്തത്. ശരി, പഠിത്തത്തെ ബാധിക്കേണ്ട. ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് പറയുമോ ഇവിടെ എന്തെങ്കിലും കണ്ട് സംഭവിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ HOD പ്രൊഫസറോ ആരെങ്കിലും ചിലപ്പോൾ കളിയാക്കിയെന്നിരിക്കും, ഈ പറഞ്ഞ പോലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പോലെ. പക്ഷേ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുമ്പോട്ട് പോവുക. ഇതാണ് ഒരു മാനേജ്മെൻറ്റ് ഞങ്ങളോട് പറഞ്ഞ മറുപടി അന്ന്. അപ്പോഴേ മനസ്സിലായി ഏതാണ്ട് ഈ ഒരു പ്രൈവറ്റ് കോളേജിൽ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ നിലപാട് എന്താണെന്നുള്ളത് കുട്ടികളെക്കുറിച്ച്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് കുടുംബത്തിന്റെ ഒരു നിലപാട് എന്താണ്, അന്വേഷണം ഏത് വഴിക്ക് പോകുന്നു എന്ന് നോക്കിയതിന് ശേഷമാണോ മറ്റു നടപടികളിലേക്ക് കടക്കുക? അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. കാരണം ഇന്നലെ രാത്രി വരെ ഇപ്പോൾ ഇവിടെ പറയുന്നതായിട്ട് ലോൺ ആപ്പിലേക്കാണ് അവർ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഈ ലോൺ ആപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. ഇത് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു ലോൺ ആപ്പ് ഒരു പക്ഷേ എടുത്തെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പോലും ഈ ടീച്ചറിൻ്റെ ഈ പറയുന്ന ലതാ മാമിൻ്റെ പേരിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളില്ലേ. അത്ര വളരെ സിമ്പിളായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും. ഒരാളുടെ പാൻ കാർഡ്, മറ്റൊരാളുടെ പാൻ കാർഡും മറ്റൊരാളുടെ ഫോൺ നമ്പറും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അശോക്. അതിനപ്പുറത്തേക്ക് ഈ ലോൺ ആപ്പിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നോ നിതിന്? അത് സ്വാഭാവികമായിട്ടും വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ തന്നെ പല പ്രാവശ്യം എടുത്തിട്ട് ഞാൻ ഒരു 1-2 മുടക്കം വരുമ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം എടുക്കാതിരുന്നാൽ പോലും നമ്മുടെ ആദ്യമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SMS ഹിസ്റ്ററിയും കോൾ ഹിസ്റ്ററിയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അവർക്ക് റീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹിസ്റ്ററി എല്ലാം എടുത്തിട്ട് ആരുമായിട്ടൊക്കെ അടുത്ത കാലത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, സകല ഡീറ്റെയിൽസ് എടുത്ത് അവരെല്ലാവരെയും വിളിക്കും. അത്തരത്തിലാണ് ഈ പറയുന്ന ലത എന്ന് പറഞ്ഞ പ്രൊഫസർക്കും കോൾ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് പോയിട്ടുണ്ടാവുക. അവർ ചിലപ്പോൾ പാനിക് ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ നിതിൻ അവരുടെ പേരിൽ എന്തോ ലോൺ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെ ഒരു വിഷയം കിട്ടാനിട്ടിരിക്കുകയായിരിക്കും. കാരണം റാമിനെ പോലുള്ള വ്യക്തികൾ എങ്ങനെയും ഒരു കാരണം കിട്ടാനിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന നിതിനെ എങ്ങനെയും ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കാനോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾക്ക് വേണ്ടി നിന്നപ്പോൾ ഈ ഒരു വിഷയം കിട്ടി, അവരതുമായി മുമ്പോട്ട് പോയി ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് സംഭവിച്ചത്. യെസ്, അപ്പോൾ വളരെയധികം നന്ദി ശ്രീ അശോക്. എന്തായാലും ഈ ഒരു സമയം ചെലവഴിച്ചതിനും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതിനും. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം ഏത് ദിശയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി കുടുംബം നോക്കുന്നത്. കുടുംബത്തിന്റെ ആരോപണം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ആ ദിശയിലേക്കുള്ള അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. അതുണ്ടാകുമോ എന്നുള്ളത് കൂടി നോക്കിക്കാണണം. അതിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് സഹോദരി ഭർത്താവ് കൂടിയായ അശോക് വ്യക്തമാക്കുന്നത്.